ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേക്ക്സ് ആൻഡ് ബേക്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലക്കിൻ്റെ ഒരു സബ്ജിയാണ്. പാലക് പൊട്ടറ്റോ സബ്ജി. പാലക് പനീർ എന്ന് പറയത്തില്ലേ, അതുപോലെ പാലക് പൊട്ടറ്റോ കുറച്ച് പാലൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കുക. അത് നന്നായിട്ട് കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ടത് എടുക്കുക. അത് അരിയൊന്നും വേണ്ട, അത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണേ. ഇത് നോക്കൂ, ഇതുപോലത്തെ ഉണ്ടോ. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇത് കൂടുതൽ ഇത് കണ്ടുവരുന്നത്. നമുക്കൊരു പാത്രം വെക്കാം. പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അത് ചെറുകെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാലക്കം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പാലക്കിട്ടിട്ട് അതൊന്ന് തിരിച്ചും മറിച്ച് വന്നിടണേ. തിരിച്ചും മറിച്ച് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എല്ലാം വെള്ളത്തിലോട്ട് ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചും മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച മണം ഒന്ന് മാറത്തക്ക രീതിയിൽ കണ്ടല്ലോ. വേഗണ്ട, ഒത്തിരി നേരം വെള്ളത്തിൽ കിടന്ന് വേകാതെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് തിരിച്ചിങ്ങനെ നമുക്കിങ്ങനെ എടുക്കാം. അതിനു മുന്നേ നമുക്കത് എടുക്കുന്നത് എങ്ങനെയാണെന്നോ, നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിലാണ് എടുക്കേണ്ടത്. ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് വെക്കണം. ഇതാ നോക്കൂ, കണ്ടോ. ഐസ് ക്യൂബ് ഇട്ടതിനകത്തോട്ട് നമുക്ക് ഈ പാലൊക്കെ എടുത്ത് അതിലേക്ക് ഇടാം. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് മാറാതിരിക്കാനായിട്ടാണ്. അല്ലെങ്കിൽ പച്ച കളറങ്ങ് വേറൊരു വല്ലാത്തൊരു കളറായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിലോട്ട് നമുക്ക് എടുത്തിടേണ്ടത്. കണ്ടോ, അതിലിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇളക്കിയെടുത്താൽ മതി. എടുത്തതിന് ശേഷം അത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് എടുക്കാം. ആ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ടാണ്. അതെല്ലാം ആ ജാറിനകത്തോട്ട് നമുക്ക് വാരിയെടുക്കാം. ഇത് അരക്കേണ്ടിയുണ്ടാണ് നമ്മൾ അരിയാതിട്ടേക്കുന്നത്. എല്ലാം എടുത്തു. ഇനി അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും കൂടെ നമുക്ക് മുറിച്ച് അതിനകത്തോട്ട് ഇടാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. വേറൊരു കടായി വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുകിടാവുന്നതാണ്. ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് കടുകിടാം. കടുകിട്ട് അതൊന്ന് പൊട്ടി വരണം. കടുകിട്ടൊന്ന് പൊട്ടട്ടെ. നന്നായിട്ടത് പൊട്ടണം. നന്നായിട്ടത് പൊട്ടിക്കോട്ടെ. നല്ലപോലെ എണ്ണ ചൂടായിട്ട് വേണം അതിലേക്ക് ഇടാനേ. എന്നാലേ ഇത് പെട്ടെന്ന് പൊട്ടത്തുള്ളൂ. എണ്ണ ചൂടാതിട്ടാൽ പെട്ടെന്ന് പൊട്ടത്തില്ല. ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടിയിട്ട് പിന്നെ ഇനി നമുക്ക് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളിയിലും വേണം. ആ ഉള്ളി നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളിയിട്ട് അത് ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ. വാടിയതിന് ശേഷം അത് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. ഒത്തിരി വാഴണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ശേഷം കുറച്ച് വെളുത്തുള്ളി
വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ആ വെളുത്തുള്ളിയും കൂടെ ചതച്ച് നമുക്ക് അതിലിട്ട് ഒന്ന് വഴറ്റാം. പൊട്ടറ്റോ ചേർക്കുന്നുണ്ട്, അപ്പോൾ വെളുത്തുള്ളി ചേർക്കാമെങ്കിൽ ഗ്യാസ് ഒന്നും നമുക്ക് വരാതിരിക്കും. വെളുത്തുള്ളിയും കടുക് ഉള്ളി ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ചെറിയ ജീരകം പൊടിച്ചതാണ്, അതിൻ്റെ പൊടി ചേർക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു, കാശ്മീരി മുളക്. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്തോട്ടെ, നന്നായിട്ടതൊന്ന് മൂപ്പിട്ടു. ഇത് കരിഞ്ഞു പോകരുത്, ഈ സിമ്മിലേ വെക്കാവൂ. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതൊരു സൈഡിലോട്ട്, ആ പാനിൽ തന്നെ സൈഡിലോട്ട് മാറ്റി വെക്കണേ. മാറ്റി വെച്ചിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് കടലമാവ്, അത് ചെറുതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്കെടുക്കാം. ആ കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ചെറുതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. എല്ലാം കൂടെ ഇട്ട് ഒന്നിച്ചങ്ങ് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലെ ആ പാലക്ക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് ഒഴിച്ച് ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. ആ മസാലയെല്ലാം അതിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് എല്ലാം കൂടെ മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആ ജാറിലെ ആ കഴുകി ആ വെള്ളം കൊടുക്കും. പിന്നെ എൻ്റെ മോളുടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ, ആ പൊട്ടറ്റോ പുഴുങ്ങി അത് കഷ്ണമാക്കി നമുക്ക് അതിനകത്തോട്ട് ഇടാം. പൊട്ടറ്റോ ശകലം ഉപ്പിട്ട് കൊടുക്കണം, അപ്പോൾ ഉണ്ടല്ലോ ആ ഉപ്പ് അതേ പറ്റും. അതുപോലെ നമുക്ക് പനീർ ഇട്ട് വെക്കാവുന്നതാണേ, പാലക് പനീർ. ഒരു പാൻ വെച്ചിട്ട് നമുക്കത് കടുക് വറുത്തിടും, കടുക്ക ഇടുക എന്ന് പറയും. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമുക്ക് കടുകിട്ടു, ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. ജസ്റ്റ് ഒന്ന് ചുമന്ന്